ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൂമിക്സിൻ്റെ SY Mark IIൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓണറായ ഉണ്ണിച്ചേട്ടനാണ് നമ്മളെ കൂടെ ഉള്ളത്. ചേട്ടാ, ഈ ക്യാമറ മേടിച്ചിട്ട് എത്ര നാളായി? ഒരു വർഷമായി. എങ്ങനെയുണ്ട് ക്യാമറ? നല്ല ക്യാമറയാണ്. ഇപ്പം ചേട്ടാ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എന്ത് പർപ്പസിനാണ്? നമ്മൾ സ്റ്റില്ലിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്റ്റില്ലൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോ യൂസ് ചെയ്യുന്നുണ്ടോ? വീഡിയോ ചില നേരത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൊള്ളാം. വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഇതാണ്. ചേട്ടാ, നേരത്തെ ഏത് ക്യാമറ യൂസ് ചെയ്തിരുന്നത്? നേരത്തെ ഉപയോഗിച്ചത് കനോണിന്റെ ക്യാമറ. അപ്പോൾ നമ്മളെ ഈ ലൂമിക്സ് എടുക്കാനുള്ള ഒരു കാര്യം എന്താണ്? അത് ഒരു കൂട്ടുകാരൻ എടുത്ത് അത് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളും എടുത്തത്. അപ്പോൾ നേരത്തെ അത് നമ്മൾ ആ ഷോപ്പിൽ പോയി യൂസ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു? നോക്കിയായിരുന്നു. അന്നേരം നല്ല ഇതായിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇതിന് പ്രൈസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അന്ന് പ്രൈസ് കുറവായിരുന്നു. ദീപാവലിയുടെ അന്നായിരുന്നു എടുത്തത്. ദീപാവലിയുടെ ഓഫറിന് ആ സമയത്ത് എടുത്തല്ലേ? എവിടെ നിന്നാണ് വാങ്ങിച്ചത്? സിയോണിൽ നിന്നാണ്. കൊല്ലത്ത്. അവരെ എങ്ങനെ അത്യാവശ്യം റേറ്റൊക്കെ കുറച്ച് തന്നോ? റേറ്റൊക്കെ കുറച്ച് തന്നാ. ചേട്ടാ, എനിക്ക് അടുത്ത ഉപയോഗിക്കാനുള്ളത് നമ്മൾ കാനോണല്ലേ ചേട്ടാ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ലുമിക്സിലോട്ട് വന്നപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടുകളോ വല്ലതും ഉണ്ടായിരുന്നോ? ആദ്യമേ കനോൺ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഇതിൽ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ആദ്യമേ ആദ്യമേ പാടൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങ് മാറി ഉപയോഗിച്ച് വന്നപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അത് ഒരു എത്ര നാളെടുത്തത് അങ്ങനെ മാറാനായിട്ട്? എത്ര ഒരു മാസം? അത് കുറച്ച് നാളുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അവിടെ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു? ഹെൽപ്പൊക്കെ തന്നായിരുന്നു. സിയോണിൽ നിന്ന് കുറച്ച് ആൾക്കാർ അവിടെ പോയിട്ട് കുറച്ച് പറഞ്ഞു തരാനൊക്കെ പറഞ്ഞായിരുന്നു. അവരൊക്കെ പറഞ്ഞു തന്നാലോ? ഇപ്പം നിലവിൽ ഇതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ? ഇപ്പം കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല? ഇപ്പോൾ ഒന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഫോട്ടോ എടുക്കുമ്പോൾ ഹാങ് ആവുകയോ അങ്ങനൊന്നും വിഷയം? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ചേട്ടാ, ഇതിനകത്ത് നമുക്ക് ഈ കാനോണിൻ്റെ EF മൗണ്ട് ലെൻസുകൾ ഉള്ളവർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ 5D ക്യാമറയൊക്കെ പഴയ ഇരിക്കുന്നവർക്ക് നമ്മളിപ്പോൾ ഈ ക്യാമറ നമ്മളെ ഈ ലൂമിക്സ് ഒക്കെ എടുക്കണമെങ്കിൽ MC21 എന്നുള്ള സിഗ്മയുടെ അഡാപ്റ്റർ മേടിച്ച് ഉപയോഗിച്ചാൽ മതിയല്ലേ ചേട്ടാ? അത് ഉപയോഗിച്ചിട്ടുണ്ടോ? അത് നല്ല ഒരു ഉപകാരമല്ലേ? കാര്യം നമുക്ക് വേറെ ബ്രാൻഡിലൊക്കെ മാറണമെങ്കിൽ ഇപ്പോൾ കാനോൺ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയുടെ എക്സ്ട്രാ ഈ ഒരു ക്യാമറകൾ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവില്ലാതെ, കാര്യം ഇത് ബോഡി മാത്രം വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഒരു കൺവെർട്ടർ അഡാപ്റ്ററും കൂടെ സിഗ്മയുടെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-22,000 രൂപ കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അത് മേടിച്ച് കഴിഞ്ഞാൽ കാനോൺ യൂസർ ആണെങ്കിൽ EF മൗണ്ട് ഉള്ള ലെൻസുകൾ ഇതിനകത്ത് ഉപയോഗിക്കാം. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു ഇതെന്ന് വെച്ചാൽ ചെറിയൊരു പെർഫെക്ഷൻ കുറയുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഒരു ഫോക്കസിങ്ങിൻ്റെ ആയാലും പിന്നെ ഒരു എഡ്ജ് കട്ടാവുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ട്, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുള്ള, പക്ഷേ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതി നമുക്ക് ഉപയോഗിച്ച് വരുമ്പം അത് പെട്ടെന്ന് നമുക്കത് ഒരു എന്താ പറയുക കൺട്രോൾ ചെയ്ത് നിർത്താമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനല്ലേ? കാരണം ഇപ്പോൾ ഇത് ട്രിഗർ നമ്മൾ ഫ്ലാഷിൻ്റെ ട്രിഗർ ഉപയോഗിച്ചിരിക്കുന്ന കാനോണിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഇതല്ലേ? കാനോണിൻ്റെ ട്രിഗർ നമുക്ക് ഇത് ഉപയോഗിക്കാം. നിക്കോണിൻ്റെ ട്രിഗറും ഫ്ലാഷും ഒക്കെ അല്ലേ ഇതിനകത്ത് ഉപയോഗിക്കാൻ തോന്നുന്നു. അതൊരു നല്ല കാര്യമാണ്. നമുക്കിതിൻ്റെ സ്ക്രീൻ വന്നിട്ട് ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനാണ്. നമുക്ക് വ്ളോഗൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഒരു അത്യാവശ്യം നല്ല ഇതാണ്. ഇങ്ങനത്തെ സ്ക്രീനാണ് ഇത് വരുന്നത്. നമുക്ക് ഈ ലുമിക്സ് എന്ന് പറഞ്ഞാൽ SY Mark II എന്ന് പറഞ്ഞ ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈബ്രിഡ് ക്യാമറ ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ വീഡിയോഗ്രാഫി പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോഗ്രാഫി രണ്ടും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6K സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് 6Kയിലൊക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം. അപ്പം ഇതിനകത്തൊരു കൂളിംഗ് ഫാനൊക്കെ ഇവിടെ വരുന്നുണ്ട്. നല്ല രീതിയിലൊരു ഡെഡിക്കേറ്റഡ് കൂളിംഗ് ഫാൻ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനൊക്കെ റെക്കോർഡിങ് ടൈം കൂടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി കമ്പനി ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ഒരു കൂളിംഗ് ഫാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും അതിനൊക്കെ ഒരു ലോ പ്രൈസ് റേഞ്ചിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട്
ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പുതിയ ഒരു ക്യാമറ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള ഒരു ഷോറൂമിൽ ചെന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി നേരിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് വരുന്ന പോർട്ടുകൾ ഫുൾ സൈസ് HDMI വരുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ബ്രാൻഡുകളിലെയും ക്യാമറകൾ നമുക്ക് ചിലപ്പോൾ കാണത്തില്ല. ഫുൾ സൈസ് HDMI ആണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ ഒരു C ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുകൂടെ തന്നെ മൈക്ക് ഇവിടെ തന്നെയാണ് മൈക്കിൻ്റെതും ഹെഡ്ഫോൺ ജാക്കും വരുന്നത്. അതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഇത് പ്രൊഫഷണൽക്ക് മാത്രം ഉപയോഗിക്കണമെന്നില്ല. കാര്യം ഇതൊരു വ്ളോഗിങ് പർപ്പസിനും വേണമെങ്കിൽ, നമുക്ക് കണ്ടൻറ് ക്രിയേഷന് വേണമെങ്കിൽ ഈ ക്യാമറ യൂസ് ചെയ്യാം. നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്താൽ കിട്ടുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 6K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 6K എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രോപ്പ് ഫാക്ടർ ഇല്ലാതെ ആ സെൻസർ ക്രോപ്പ് ആകാത്ത രീതിയിൽ സെൻസറിൻ്റെ ഫുൾ ഏരിയ മൊത്തത്തിൽ വർക്ക് ചെയ്തുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് വരുന്നത് ലുമിക്സിൻ്റെ തന്നെ GH5 എന്ന് പറയുന്ന ക്യാമറയുടെ ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ബാറ്ററി ബാക്കപ്പൊക്കെ ഇതിൽ കിട്ടുന്നതാണ്. ഏകദേശം 2200 mAh ഒരു ബാറ്ററിയാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്.